എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. 2026 T20 ലോകകപ്പിന്റെ രണഭൂമിയിൽ നിന്ന് ഇപ്പോൾ പുറത്തുവരുന്നത് കായിക ലോകത്തെയും നയതന്ത്ര ലോകത്തെയും ഒന്നടങ്കം ഞെട്ടിക്കുന്നൊരു വാർത്തയാണ്. കൊളംബോയിലെ ആർ പ്രേമദാസ സ്റ്റേഡിയത്തിൽ നടന്ന ഇന്ത്യ-പാകിസ്ഥാൻ മഹാപോരാട്ടത്തിൽ പാകിസ്ഥാനെ 61 റൺസിന് തകർത്തെറിഞ്ഞ് ടീം ഇന്ത്യ തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കുക മാത്രമല്ല പുതിയൊരു ചരിത്രം കുറിക്കുകയും ചെയ്തിരിക്കുകയാണ്. എന്നാൽ സുഹൃത്തുക്കളെ, ഈ വിജയത്തിന്റെ മാറ്റുകൂട്ടിയത് മത്സരം ശേഷം നടന്നൊരു അവിശ്വസനീയ സംഭവമാണ്. പോക്കറ്റ് ഡൈനാമോ ഇഷാൻ കിഷനെ ആദരിക്കാൻ ദുബായ് രാജകുമാരി ഷെയ്ഖ് മഹ്റ നേരിട്ട് മൈതാനത്തേക്ക് ഇറങ്ങിവന്നു. രാജകുമാരി ഇഷാന് മാൻ ഓഫ് ദ മാച്ച് അവാർഡ് നൽകുക മാത്രമല്ല, ഇഷാനിലും മുഴുവൻ ഇന്ത്യൻ ടീമിലുമായി കോടികളുടെ ധനവർഷം നടത്തി ലോകത്തെയാകെ അമ്പരപ്പിച്ചു. ഷെയ്ഖ് മഹ്റ എങ്ങനെയാണ് ഇഷാൻ കിഷന്റെ മാന്ത്രിക ഇന്നിംഗ്സിനോടുള്ള തന്റെ ആരാധനയും പ്രണയവും തുറന്നു പറഞ്ഞതെന്നും എത്ര കോടി രൂപയാണ് സമ്മാനമായി നൽകിയതെന്നും ഇന്നത്തെ ഈ പ്രത്യേക വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നു. ഈ കിടിലൻ വാർത്ത മുഴുവനായി അറിയാൻ വീഡിയോ അവസാനം വരെ കാണുക. കൊളംബോയിലെ സ്റ്റേഡിയത്തിൽ ഇന്ന് കണ്ടത് വെറുമൊരു ക്രിക്കറ്റ് മത്സരമായിരുന്നില്ല, മറിച്ചൊരു അത്ഭുതം തന്നെയായിരുന്നു. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ പാകിസ്ഥാന് മുന്നിൽ 176 റൺസിന്റെ പടുകൂറ്റൻ ലക്ഷ്യമാണ് ഉയർത്തിയത്. ഈ ഇന്നിംഗ്സിന്റെ നെടുനായകൻ ഇന്ത്യൻ ക്രിക്കറ്റിലെ ഗ്ലോബൽ സൂപ്പർ സ്റ്റാർ ഇഷാൻ കിഷൻ ആയിരുന്നു. ഇഷാന്റെ ഈ സംഹാര താണ്ഡവത്തിന് മറുവശത്ത് നിന്ന് പൂർണ്ണ പിന്തുണ നൽകി മലയാളി താരം സഞ്ജു സാംസൺ കൂടി കളം നിറഞ്ഞതോടെ പാകിസ്ഥാന്റെ ലോകോത്തര ബൌളർമാരായ ഷഹീൻ അഫ്രീദിയും നസീം ഷായും പൂർണ്ണമായും നിഷ്പ്രഭരായി. വെറും 40 പന്തിൽ നിന്ന് 77 റൺസ് അടിച്ചുകൂട്ടിയ ഇഷാന്റെ ബാറ്റിൽ നിന്ന് പിറന്ന 10 കൂറ്റൻ ഫോറുകളും 3 പടുകൂറ്റൻ സിക്സറുകളും പാകിസ്ഥാന്റെ അഹങ്കാരത്തെയാണ് തച്ചുടച്ചത്. മറുപടി ബാറ്റിംഗിനിറങ്ങിയ പാകിസ്ഥാനെ ഇന്ത്യൻ ബൌളർമാർ വെറും 114 റൺസിൽ ചുരുട്ടിക്കെട്ടിയപ്പോൾ സ്റ്റേഡിയം മുഴുവൻ ഇന്ത്യയുടെ വിജയഭേരി മുഴങ്ങി. എന്നാൽ ഈ മത്സരത്തിലെ ഏറ്റവും വലിയ സസ്പെൻസ് വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. മത്സരം ശേഷമുള്ള പ്രസന്റേഷൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി അവതാരകൻ വിളിച്ചത് ദുബായ് രാജകുമാരി ഷെയ്ഖ് മഹ്റയുടെ പേരായിരുന്നു. ICC അധികാരികളെ പോലും അമ്പരപ്പിച്ചുകൊണ്ട് അത്ഭുതപ്പെടുത്തുന്ന സൗന്ദര്യത്തിനും ക്രിക്കറ്റ് പ്രേമത്തിനും പേരുകേട്ട രാജകുമാരി ദുബായിൽ നിന്ന് നേരിട്ട് കൊളംബോയിൽ എത്തിയിരിക്കുകയായിരുന്നു. എല്ലാ പ്രോട്ടോക്കോളുകളും മാറ്റിവെച്ച് അവർ ഇഷാൻ കിഷന് നേരിട്ട് മാൻ ഓഫ് ദ മാച്ച് ട്രോഫി സമ്മാനിച്ചു. തുടർന്ന് മൈക്ക് കയ്യിലെടുത്ത രാജകുമാരിയുടെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ തീപടർത്തി. അവരുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: "ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് വെറുമൊരു അതിഥിയായല്ല, ഇന്ത്യൻ ക്രിക്കറ്റിന്റെയും പ്രത്യേകിച്ച് ഇഷാൻ കിഷന്റെയും വലിയൊരു ആരാധികയായാണ്. പാകിസ്ഥാൻ ബൌളർമാരെ നിങ്ങൾ നേരിട്ട ആ നിർഭയമായ ശൈലി എന്റെ ഹൃദയം കീഴടക്കി. എന്റെ എക്കാലത്തെയും പ്രിയപ്പെട്ട കളിക്കാരനാണ് താങ്കൾ." ഇന്ത്യയുടെ ഈ ചരിത്ര വിജയം ആഘോഷിക്കാൻ തന്റെ രാജകീയ ഖജനാവ് തന്നെ അവർ തുറന്നു. ഇഷാൻ കിഷന്റെ ഈ വിസ്മയ പ്രകടനത്തിന് 10 കോടി രൂപയുടെ വ്യക്തിഗത സമ്മാനമാണ് ഷെയ്ഖ് മഹ്റ പ്രഖ്യാപിച്ചത്. അതുകൂടാതെ പാകിസ്ഥാനെ തകർത്ത ഇന്ത്യൻ ടീമിന്റെ ഒത്തൊരുമയ്ക്ക് 100 കോടി രൂപയുടെ സ്പെഷ്യൽ റോയൽ ബോണസും അവർ വാഗ്ദാനം ചെയ്തു. ഏതെങ്കിലും ഒരു വിദേശ ക്രിക്കറ്റ് ടീമിന് ഒരു രാജ്യത്തെ രാജകുടുംബം നൽകുന്ന ഏറ്റവും വലിയ പാരിതോഷികമാണിത്. ഈ അവിശ്വസനീയ സംഭവത്തിനു പിന്നാലെ റിക്കി പോണ്ടിങ്ങിനെയും കെവിൻ പീറ്റേഴ്സനെയും പോലുള്ള മുൻ ഇതിഹാസ താരങ്ങളും തങ്ങളുടെ പ്രതികരണവുമായി രംഗത്തെത്തി. ഇഷാൻ ഇനി വെറുമൊരു ഇന്ത്യൻ ക്രിക്കറ്റർ മാത്രമല്ല, അതൊരു ഗ്ലോബൽ ബ്രാൻഡായി മാറിയിരിക്കുന്നു എന്നാണ് കെവിൻ പീറ്റേഴ്സൺ ട്വീറ്റ് ചെയ്തത്. എന്റെ പ്രിയ സുഹൃത്തുക്കളെ, ഇഷാൻ കിഷന്റെയും സഞ്ജു സാംസന്റെയുമൊക്കെ ഈ മിന്നും പ്രകടനവും ദുബായ് രാജകുമാരിയുടെ ഈ കോടികളുടെ സമ്മാനവും കാണിക്കുന്നത് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഗ്രാഫ് ലോകത്തിന്റെ നെറുകയിൽ എത്തിയിരിക്കുന്നു എന്നാണ്. ഈ 110 കോടിയുടെ പാരിതോഷികം വരും മത്സരങ്ങളിൽ എതിരാളികൾക്ക് ഒരു പേടി സ്വപ്നമായി മാറാൻ ഇന്ത്യക്ക് വലിയ ഊർജം നൽകും. ഇഷാൻ കിഷന്റെയും ഷെയ്ഖ് മഹ്റയുടെയും ഈ കൂട്ടിക്കാഴ്ച 2026 ലോകകപ്പിലെ ഏറ്റവും വലിയ മുഹൂർത്തമായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? താഴെ കമന്റ് ബോക്സിൽ റോയൽ റിവാർഡ് എന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ക്രിക്കറ്റ് പ്രേമികളായ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള മറഞ്ഞിരിക്കുന്ന വാർത്തകൾക്കും T20 ലോകകപ്പിലെ ചൂടൻ വിശേഷങ്ങൾക്കും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.